കാലവർഷക്കെടുതിയും വൈദ്യുതി ബോർഡിന്റെ അനാസ്ഥയും 4 നാളായി വൈദ്യുതി മുടങ്ങിക്കിടക്കുന്നു. മുരിക്കാശ്ശേരി സെക്ഷൻ പരിധിയിലാണ് പലയിടത്തും വൈദ്യുതി മേഖലയിൽ വാർത്താവിനിമയ ബന്ധം ഉൾപ്പെടെ താറുമാറായി കിടക്കുകയാണ്. കാലവർഷ ആരംഭത്തിൽ തന്നെ ഹൈറേഞ്ചിൽ പലയിടത്തും വൈദ്യുതി മുടങ്ങി. ഒട്ടുമിക്കയിടങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എങ്കിലും മുരിക്കാശ്ശേരി സെക്ഷന് കീഴിലാണ് വൈദ്യുതി ബന്ധം ഇനിയും താറുമാറായി കിടക്കുന്നത്. പലയിടത്തും മരം വീണാണ് വൈദ്യുതി മുടങ്ങിയിരിക്കുന്നതും. എന്നാൽ ഈ മേഖലകളിൽ ദ്രുതഗതിയിലുള്ള പ്രവർത്തികൾ നടക്കുന്നില്ല എന്നതാണ് വസ്തുത. കാലവർഷം മുന്നിൽ കണ്ടുള്ള മുൻകരുതൽ നടപടികൾ ഇവിടെ സ്വീകരിച്ചിരുന്നില്ല. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പലയിടത്തും അപകട സാധ്യത നിലനിൽക്കുന്നതിന് കാരണമെന്നും ആരോപണമുണ്ട്. മുരിക്കാശ്ശേരി സെക്ഷനിൽ 4 തൂൺ മേലേച്ചിന്നാർ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി പോസ്റ്റുകളിൽ വർഷകാലത്ത് വൈദ്യുതി പ്രവഹിക്കുന്നതിനും അപകടങ്ങൾക്കും കാരണമാണ്. ഇവിടെ 11 kV ലൈൻ കടന്നുപോകുന്ന പോസ്റ്റിൽ തന്നെയാണ് LT ലൈനും സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ലൈനിലാണ് പോസ്റ്റുമായി ലൈൻ സ്പർശിക്കാതിരിക്കുവാൻ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാകട്ടെ വർഷകാലത്ത് നനയുന്നതോടുകൂടി വൈദ്യുതി പ്രവഹിക്കുന്നതിനും വൻ അപകടങ്ങൾക്കും കാരണവുമാണ്. ക്രോസാമിന് നീളക്കുറവാണ് കുപ്പി വയ്ക്കുവാൻ കാരണമത്രേ. എല്ലാ വർഷകാലത്തും കുപ്പി മാറി മാറി സ്ഥാപിക്കുന്നതല്ലാതെ പ്രശ്നപരിഹാരത്തിന് അധികൃതർ തയ്യാറായിട്ടുമില്ല. പ്രകാശ് പെരുന്തൊട്ടി റൂട്ടിൽ സർവീസ് സ്റ്റേഷൻ പടിയിൽ വൈദ്യുതി ലൈനിന് ഇടയിലാണ് മരം നിൽക്കുന്നത്. കൂടാതെ പലയിടത്തും വൈദ്യുതി ലൈനിലേക്കും പോസ്റ്റുകളിലേക്കും കാടുപടലങ്ങൾ പടർന്നു പിടിച്ചതും അപകടങ്ങൾക്കും വൈദ്യുതി മുടക്കത്തിനും കാരണമാണ്. പ്രകാശ് നീലിവേൽ റൂട്ടിൽ പ്രകാശ് വെസ്റ്റിന് സമീപം വൈദ്യുതി ലൈനിലേക്ക് കമുക് വീണ് കിടക്കുവാൻ തുടങ്ങിയിട്ട് ദിവസം 3 കഴിഞ്ഞു. വൈദ്യുതി ബോർഡിന്റെ അനാസ്ഥയും കാലവർഷക്കെടുതിയും അക്ഷരാർത്ഥത്തിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കിടപ്പ് രോഗികൾക്ക് ഓക്സിജൻ നൽകുന്നതിന് ജനറേറ്ററുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. ഫ്രിഡ്ജുകളിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളും നശിച്ചു തുടങ്ങി. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.